നഷ്ടബോധം മനസ്സിൽ ശക്തിപ്പെടുന്ന സമയമാണിത്. പരിശുദ്ധ വലിയ ബാവാ തിരുമേനി കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് ഏകദേശം 7 മണി കഴിഞ്ഞ് 7:20 ആയപ്പോൾ തിങ്കളാഴ്ച വൈകിട്ട് 7:20 ആയപ്പോൾ അദ്ദേഹം സ്വർഗസന്നിധിയിലേക്ക് യാത്രയായിരിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ ഉദിച്ചുയരുന്നുണ്ടെങ്കിലും അതെല്ലാം പറയുവാൻ തക്കവണ്ണമുള്ള ഒരു അവസരമാണിതെന്ന് എനിക്ക് തോന്നുന്നില്ല. 40 വർഷക്കാലം ഒരു മേൽപ്പട്ടക്കാരനായി മഹാചാര്യനായി മലങ്കര സഭയെ വഴി നടത്തിയ ഒരു പിതാവാണ്. വ്യക്തിപരമായി ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് രഹസ്യമായും അതുപോലെ തന്നെ ചിലത് പരസ്യമായും പറയാൻ തോന്നുകയാണ്. 2 സങ്കടങ്ങളാണ് എനിക്കുള്ളത്. ഒന്നാമത്തെ സങ്കടം എന്ന് പറയുന്നത് പഴയ തലമുറയുടെ അവസാനത്തെ കണ്ണി എന്ന് ഞാൻ വിശേഷിപ്പിക്കുകയാണ് പരിശുദ്ധ പിതാവിനെ. ഞങ്ങളൊക്കെ ചെറുപ്പമാണ്, വിവേകമില്ലാതെ സംസാരിക്കുകയും വിവരമില്ലാതെ പലതും തീരുമാനിക്കുകയും ഒക്കെ ചെയ്യാൻ തക്കവണ്ണമുള്ള പക്വത മാത്രമേ ഞങ്ങളുടെ മേഖലകളിലുള്ളവർക്ക് ഉള്ളൂ എന്ന് ചിലപ്പോഴൊക്കെ ഞാൻ സ്വയം പറയുകയാണ്. എന്നാൽ 1966 യോജിച്ച സഭയുടെ കോലഞ്ചേരിയിൽ വെച്ച് വാഴിക്കപ്പെട്ട 3 മെത്രാപ്പോലീത്തന്മാരിൽ ഇളയ പിതാവാണ് ഈ പരിശുദ്ധ വലിയ ബാവാ തിരുമേനി. 66 എന്ന് പറയുന്നത് മലങ്കര സഭയുടെ സുവർണ കാലഘട്ടമാണ്. ശാശ്വതമായ സമാധാനം സഭയിൽ ഓളം വെട്ടി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ കോലഞ്ചേരിയിൽ വെച്ചാണ് ഈ പിതാവിനെയും ഫിലിപ്പോസ് മാർ തിയോഫിലോസ് തിരുമേനിയെയും യൂഹാനോന്മാർ സേവേറിയസ് തിരുമേനിയെയും വാഴിക്കുന്നത്. ആ വാഴിക്കലിന്റെ ഓർമ്മയും അതിനെക്കുറിച്ചുള്ള ദൃശ്യ വിവരണവും ഒരുപാട് പ്രായം കുറഞ്ഞ എൻ്റെ മനസ്സിലും നിലനിൽക്കുന്നുണ്ട്. ഈ പിതാവ് 2 സങ്കടങ്ങളെന്ന് ഞാൻ പറഞ്ഞത്, പ്രാർത്ഥനയാണ് ജീവിതത്തിന്റെ ബലമെന്ന് വിശ്വസിക്കുന്ന പഴയ തലമുറകളിലെ ഒരു കണ്ണിയാണ് അദ്ദേഹം. ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്, പക്ഷേ ഞങ്ങളൊക്കെ അങ്ങ് പ്രാർത്ഥിച്ചു പോണു എന്ന് മാത്രമേ ഉള്ളൂ. തിരുമേനിയുടെ പ്രാർത്ഥനയ്ക്ക് ഞങ്ങളുടെ പ്രാർത്ഥനയേക്കാൾ വലിയ ബലമുണ്ടെന്നാണ് എൻ്റെ വിചാരം. അത് അനുഭവത്തിലൂടെ എനിക്ക് തോന്നിയിട്ടുണ്ട്. രണ്ടാമത്, പരിശുദ്ധ ബാവാ തിരുമേനി ഇങ്ങനെയുള്ള പ്രാർത്ഥനാ വ്യക്തിത്വങ്ങൾ സഭയ്ക്ക് അന്യം നിന്നു പോകുന്നു എന്നുള്ളതാണ് ആദ്യത്തെ സങ്കടം. അപ്പൊ ഇപ്പോഴേ പ്രാർത്ഥിക്കുന്നവരാരും എന്നെ വഴക്ക് പറയരുത്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വെറുതെ ആണെന്ന് ചോദിക്കരുത്. വെറുതെ ആണെന്ന് ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്. രണ്ടാമത്തെ എൻ്റെ സങ്കടം എന്ന് പറയുന്നത്, സഭയുടെ സുപ്രധാനമായ ചില വിഷയങ്ങൾ വരുമ്പോൾ തിരുമേനിയുടെ അടുത്ത് ചെന്ന് ഞാൻ ഇന്ന കാര്യത്തിന് പോകുകയാണ്, തിരുമേനിയുടെ കൈകൾ ബലഹീനനായിരിക്കുന്ന എൻ്റെ ശിരസിൽ വെച്ച് ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് മാത്രം പറയുമ്പോൾ ആ കൈകൾ എൻ്റെ ശിരസിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. ഒരു പോറലും ഏൽക്കാതെ അതെല്ലാം ഉദ്ദേശിക്കുന്നത് പോലെ നിറവേറ്റപ്പെട്ടുന്നു എന്ന് പിന്നീട് അത് എനിക്ക് ബോധ്യമാകുമ്പോൾ, എനിക്ക് മാത്രമല്ല സഭയ്ക്കും ബോധ്യമാകുമ്പോൾ, ഈ പിതാവിന്റെ പ്രാർത്ഥനയുടെ ബലം എന്താണെന്ന് ഞാൻ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. ആദ്യത്തെ പരിശുദ്ധ സുന്നകദോസ് വിളിച്ചുകൂട്ടി സുന്നകദോസിന് പോകുമ്പോൾ വിറച്ചാണ് ഞാൻ അതിൻ്റെ ആ മുറിക്കകത്തേക്ക് കയറുന്നത്. അവിടെ ചെന്ന് ഞാൻ പറഞ്ഞു, ആദ്യത്തെ സുന്നകദോസ് നടത്താൻ ഞാൻ പോകുന്നു. ബാവാ തിരുമേനി അത്തറ്റം വന്ന് പ്രാർത്ഥിച്ച് ഞങ്ങളോട് 2 വാക്കുകൾ പറഞ്ഞ് തിരുമേനി അത് തുടങ്ങി വെക്കണം എന്ന് പറഞ്ഞ്
തിരുമേനിയുടെ കൈ ശിരസിൽ വെച്ച് പ്രാർത്ഥിച്ചാണ് അത് തുടങ്ങുന്നത്. അസാധ്യമെന്ന് വിചാരിക്കുന്ന 2-3 സന്ദർഭങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പ്രാർത്ഥനയുടെ ബലം എന്താണെന്നുള്ളത്, തിരുമേനിയുടെ പ്രാർത്ഥനയുടെ ബലം എന്താണെന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അതൊന്ന് 2009 പുതിയ മേൽപ്പട്ടക്കാരെയുള്ള തെരഞ്ഞെടുപ്പും അസോസിയേഷനുമാണ്. ആ അസോസിയേഷൻ അതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് ചില പ്രതിസന്ധികൾ. ആ അസോസിയേഷൻ ഉദ്ദേശിക്കുന്ന വിധത്തിൽ നടത്തപ്പെടാൻ ഇടയില്ല എന്ന ഒരു പ്രതിസന്ധി വന്നപ്പോൾ തിരുമേനിയുടെ അടുത്ത് ചെന്ന് ഈ അസോസിയേഷൻ നടത്താൻ തിരുമേനി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞതും തിരുമേനി പ്രാർത്ഥിച്ചതും യാതൊരു പ്രതിസന്ധിയും കൂടാതെ അത് തെരഞ്ഞെടുപ്പ് നടന്നു എന്നുള്ളതും വളരെ രോമാഞ്ചത്തോടെയാണ് ഞാൻ ഓർക്കുന്നത്. ഒരുപക്ഷെ കേൾവിക്കാർക്ക് അതിന്റെ ഗൗരവം എന്താണെന്ന് നല്ലതുപോലെ അറിയുമോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. അതുപോലെ തന്നെയാണ് കോട്ടയം സമ്മേളനവും കൊച്ചി സമ്മേളനവും നടത്തപ്പെടാൻ തക്കവണ്ണം ചില പ്രതിസന്ധികൾ വന്ന സമയങ്ങളിലും കോട്ടയം സമ്മേളനം നടത്താൻ പോകുന്നു, കാര്യങ്ങളുടെ ക്രമീകരണമൊന്നും അത്ര ശുഭകരമല്ല, തിരുമേനി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് പല പ്രതിസന്ധികളും പ്രതീക്ഷിച്ച് തിരുമേനിയുടെ പ്രാർത്ഥന യാചിച്ച് അത് സ്വീകരിച്ച് അതിലേക്ക് പോയപ്പോൾ ഈ 2 സമ്മേളനങ്ങളും നമ്മൾ പ്രതീക്ഷിക്കാത്തത്ര മൈലേജ് നമ്മുടെ സമ്മേളനങ്ങൾക്കെല്ലാം ലഭിച്ചു എന്നുള്ളതും നിങ്ങൾക്ക് അറിയാം. അതുപോലെ തന്നെയാണ് ഈ പരിശുദ്ധ പിതാവ് സ്ഥാനമാറ്റത്തിന്റെ കാര്യത്തിലും ചെയ്തത്. സ്ഥാനമാറ്റത്തിന്റെ സമയം വന്നപ്പോൾ തിരുമേനി പറഞ്ഞു, ഇനി ഞാൻ ഈ കാര്യങ്ങളൊന്നും നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, എത്രയും വേഗത്തിൽ സ്ഥാനം ഏൽക്കണമെന്ന് തിരുമേനി പറയുകയും അത് സ്വന്തം കൈകളാൽ തന്നെ നിറവേറ്റുകയും ചെയ്യുകയാണ്. അതുപോലെ തന്നെയാണ് തിരുമേനി തൈലാഭിഷേകം ചോദിച്ചു വാങ്ങുന്നത്. തൈലാഭിഷേകം നടത്തണമോ എന്നുള്ളൊരു ചിന്ത വന്നപ്പോഴൊക്കെ തിരുമേനി കുറേം കൂടെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അത് സഭയുടെ വലിയ നേട്ടവും സഭയുടെ ബലവും നമുക്ക് അത് മുഖാന്തരമായി ദൈവം ഒരുപാട് അസാധ്യതകൾ സാധ്യമാക്കി തീർക്കുകയും ചെയ്യുമല്ലോ എന്നുള്ള ഒരു ഉള്ളിന്റെ ഉള്ളിലെ ഒരു ചിന്തയാണ് ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെ ഒരു സന്ദർഭം വന്നപ്പോഴും തിരുമേനി തൈലാഭിഷേകത്തെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെ അത് ചോദിച്ചു വാങ്ങിച്ച് വളരെ കുറഞ്ഞ 24 മണിക്കൂർ കൊണ്ട് ആ തൈലാഭിഷേക ശുശ്രൂഷ വളരെ മനോഹരമായിട്ട് നടത്തപ്പെടാൻ ഇടയായി എന്നുള്ളതാണ്. തിരുമേനി രോഗശയ്യയിലായിരുന്നപ്പോഴും അല്പമൊക്കെ ഓർമ്മകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴും പ്രാർത്ഥനയ്ക്ക് വേണ്ടി വീൽചെയറിൽ ദേവാലയത്തിലേക്ക് കൊണ്ടെത്തിച്ചാൽ ഒരു ഓർമ്മക്കുറവുമില്ല. എല്ലാം തുടങ്ങും, എല്ലാം ശുഭഹോ തിരുമേനി പറയും, ഒന്നും വിടാൻ ഞങ്ങളെ വിട്ട് സമ്മതിക്കുകയുമില്ല. ഞങ്ങളൊക്കെ ചിലപ്പോൾ അല്പമൊക്കെ വിട്ട് സമയലാഭത്തിനൊക്കെ ശ്രദ്ധിക്കുമ്പോഴും തിരുമേനിക്ക് അത് സമ്മതമല്ല. ഞാൻ പറഞ്ഞത് വളരെ ഒരുക്കത്തോടെ ദൈവസന്നിധിയിലേക്ക് യാത്രയാകാൻ തക്കവണ്ണം കാത്തിരുന്നൊരു പിതാവ്, അതുപോലെ തന്നെ സഭയുടെ ചുമതലകളെല്ലാം നിറവേറ്റാൻ തക്കവണ്ണമുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തുകൊണ്ടിരുന്ന പിതാവ്, സഭയുടെ ഏത് പ്രതിസന്ധിയായാലും പ്രാർത്ഥന കൊണ്ട് അതിജീവിക്കാൻ കഴിയുമെന്ന് ഉറച്ചു വിശ്വസിക്കുകയും അതുപോലെ മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുകയും അതുപോലെ സംഭവിക്കുകയും ചെയ്യുമ്പോൾ വിശ്വാസത്തിന്റെയും തിരുമേനിയുടെ പ്രാർത്ഥനയുടെയും ബലം എന്തെന്ന് വളരെ കൃത്യമായി തിരിച്ചറിയുവാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള പിതാക്കന്മാരുടെ ആ അംഗസംഖ്യ, അതിൽ ഒരു വിധത്തിൽ പറഞ്ഞാൽ 1966 പിതാക്കന്മാരിലെ അവസാനത്തെ കണ്ണി എന്ന നിലയിൽ ഈ പിതാവ് 9 നൂറ്റാണ്ടിലധികം 93
വർഷം ഈ അടുത്ത ഒക്ടോബർ 29-ാം തീയതി അദ്ദേഹം പിന്നിടും. അത്രയും വരെ ജീവിക്കുകയും പറയാതെ പറയുന്ന വ്യക്തിത്വമാണ് തിരുമേനിയുടേത്. തിരുമേനിയുടെ ജീവിതം എന്ന് പറയുന്നത് പറയുന്നതിനേക്കാൾ കൂടുതൽ പറയാതിരുന്ന് നമ്മോട് സംസാരിക്കുന്ന ജീവിതമാണ്. പ്രാർത്ഥനയായാലും അതുപോലെയുള്ള ഓരോ വിഷയങ്ങളിലും തിരുമേനി ഒരു ഇൻഡ്യൂഷൻ ഉള്ളതുപോലെ സംസാരിക്കുകയും ആ ഇൻഡ്യൂഷൻ എല്ലാം അതുപോലെ കൃത്യമായി സംഭവിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് നേരിൽ, ദേവലോകത്ത് താമസിക്കുന്ന ഞങ്ങൾക്കൊക്കെ നേരിൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ തന്നെ അതുതന്നെയാണ് തിരുമേനിയുടെ ആധ്യാത്മികമായ ശക്തിയും ബലവും എന്ന് തിരിച്ചറിയുകയാണ്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇനി ആരോട് പോയി ചോദിക്കുമെന്ന് ഒരു സങ്കടവുമാണ് രണ്ടാമത്തേതായിട്ട് എൻ്റെ മനസ്സിൽ തുളുമ്പി നിൽക്കുന്നത്. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണെന്നാണ് എൻ്റെ വിചാരം. പ്രാർത്ഥനയുടെ, ആത്മാർത്ഥതയുള്ള പ്രാർത്ഥനയുടെ ഒരു മാതൃക നമുക്ക് ഭൗമികമായി ഇല്ലാതാകുന്നു. തിരുമേനി സ്വർഗത്തിലേക്ക് എത്തിച്ചെന്നാലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ഇരിക്കുകയില്ല എന്നറിയാം. എങ്കിലും നമ്മോടൊപ്പം നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു ബലമാണ്. അതിനെ ഇനി മറ്റൊരാളോട് ചെന്ന് ആരോടാണ് പറയുക എന്നുള്ളത് എൻ്റെ മനസ്സിനെ മതിക്കുന്ന ഒരു വലിയ വിഷയമാണ്. അതുപോലെ തന്നെ ഒരു വിഷയത്തിന് പോകുമ്പോൾ ശിരസിൽ ആ കൈകൾ വെച്ച് ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയാൻ തക്കവണ്ണമുള്ള ആരോടാണ് ചെന്ന് പറയേണ്ടത് എന്ന് അതും ഞാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെ അല്പം നെടുവീർപ്പെടാറുണ്ട്. നാളെ സ്വർഗാരോഹണ പെരുന്നാളാണ്. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് നാളെയാണ് സ്വർഗത്തിലേക്ക് യാത്രയാകുന്നത് നമ്മുടെ സഭയുടെ വിശ്വാസപ്രകാരം. കർത്താവ് സ്വർഗത്തിലേക്ക് എത്തിച്ചേരുന്നതിന് മുൻപ് കർത്താവിന്റെ പ്രിയപുത്രൻ ഒരു ദിവസം നേരത്തെ അവിടെ എത്തിച്ചേർന്ന് കർത്താവിനെ സ്വീകരിക്കുവാൻ തക്കവണ്ണം അവിടെ ഒരുങ്ങി നിൽക്കുന്ന ഒരു ചിത്രമാണ് എന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. അതൊരു കോയിൻസിഡൻസ് ആണ്. ഈ മെയ് മാസം 26 ആ 26-ാം തീയതി വൈകിട്ട് തിരുമേനി കാലം ചെയ്യുന്നു. കബറടക്ക ശുശ്രൂഷ എന്നാണ് വേണ്ടിയത് എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾ കൂട്ടമായി ആലോചിച്ചു. ബുധനാഴ്ച വേണോ വെള്ളിയാഴ്ച വേണോ എന്നുള്ളതിന്റെ ചിന്ത വന്നു. അവസാനം ബുധനാഴ്ച മതി എന്ന് ഒരു പൊതു വികാരം അവിടെ ഉണ്ടായി. ഞങ്ങൾ അത് തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിക്കുമ്പോൾ അതിൽ പ്രത്യേകത എന്ന് പറയുന്നത്, നാളെ കർത്താവ് അവിടെ ചെല്ലുന്നതിന് മുമ്പ് കർത്താവിന്റെ പ്രിയപുത്രൻ ഇന്ന് ചെന്ന് അവിടെ ആവശ്യമുള്ള ഒരുക്കങ്ങളൊക്കെ നടത്താനും കർത്താവിനെ സ്വീകരിക്കാനും തക്കവണ്ണം സ്വർഗത്തിലേക്ക് എത്തിച്ചേരുന്നു എന്ന് പറയുന്ന ഒരു മാനസികമായ ഭാവന എന്റെ മനസ്സിലൂടെ കടന്നു കയറുകയാണ്. അതൊട്ടും ചെറുതല്ല. ഈ മലങ്കര സഭയെ നമ്മുടെ പിതാക്കന്മാർ നയിച്ചിട്ടുള്ളത് നിയമം കൊണ്ടല്ല, കൈക്കരുത്ത് കൊണ്ടല്ല, ധനം കൊണ്ടല്ല, മനുഷ്യ സ്വാധീനം കൊണ്ടല്ല, പ്രാർത്ഥിക്കുന്ന മനസ്സുകളുടെ നിലവിളി ദൈവസന്നിധിയിലേക്ക് എത്തിച്ച് അവിടെ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളുടെ നേട്ടം കൊണ്ട് മാത്രമാണ് 2000 വർഷം പഴക്കമുള്ള ഈ സഭ നിലനിന്നിട്ടുള്ളത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മലങ്കര സഭയും അത് തന്നെയാണ് വിശ്വസിക്കുന്നത്. നമ്മുടെ പിതാക്കന്മാരെല്ലാവരും സൂപ്പർ ഇന്റലിജന്റ് ഒന്നുമല്ല. നമ്മുടെ പിതാക്കന്മാരാരും തന്ത്രശാലികളല്ല. നമ്മുടെ പിതാക്കന്മാർ സാധാരണക്കാരാണ്. പക്ഷേ അവർ പ്രാർത്ഥിക്കുമായിരുന്നു. അവർക്ക് തന്ത്രങ്ങളില്ല, അവർക്ക് രാഷ്ട്രീയമില്ല, അവർക്ക് ധനത്തിന്റെ സ്വാധീനം കൊണ്ട് കാര്യസാധ്യമില്ല, കൈക്കരുത്തുകൾ ഉപയോഗിക്കാറില്ല, അസത്യം പറഞ്ഞ് കാര്യങ്ങൾ നേടാൻ ഇഷ്ടപ്പെടാറില്ല. അവിടെയൊക്കെ നമ്മുടെ ബലം എന്ന് പറയുന്നത് സത്യത്തിന്റെ വഴിയിലൂടെ കടന്നുപോയി, നേരിന്റെ വഴിയിലൂടെ മുന്നോട്ട് പോയി മലങ്കര സഭയെ നടത്തിയിട്ടുള്ള പിതാക്കന്മാരാണ്. ആ പിതാക്കന്മാരിലെ ഇപ്പോഴത്തെ അവസാനത്തെ കണ്ണിയാണ് ഇപ്പോഴത്തെ പരിശുദ്ധ വലിയ വാവ തിരുമേനി. കരിങ്ങാച്ചർ പള്ളിയിൽ പുറമ്പോക്കിൽ ഒരു കുരിശുപള്ളി പണിത് പരിശുദ്ധ പരിമല തിരുമേനി അവിടെ വികാരിമാരാൽ തെറ്റിദ്ധരിക്കപ്പെട്ട് ധൂപപ്രാർത്ഥന നടത്താനിടയായി. ആ വിഷയത്തിൽ അക്രൈസ്തവ സഹോദരങ്ങൾ തിരുമേനിയുടെ പേരിൽ കേസ് കൊടുക്കുന്നുണ്ട്. വക്കീല് പരിശുദ്ധ പരിമല തിരുമേനിയോട് പറഞ്ഞു, ധൂപം വെച്ചില്ല എന്ന് കോടതിയിൽ പറഞ്ഞാൽ മതി, കേസ് ഞാൻ വിജയിപ്പിക്കാം. തിരുമേനി പറഞ്ഞു, ഞാൻ ധൂപം വെച്ചു എന്ന് തന്നെയാണ് പറയാൻ പോകുന്നത്.
എന്നിട്ട് കേസ് തോൽക്കുമെങ്കിൽ ആ ശിക്ഷ അനുഭവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് പറഞ്ഞു പഠിപ്പിച്ചത് പരിശുദ്ധ പരിമല തിരുമേനിയാണ്. അതിന്റെ പിന്തലമുറക്കാരാണ് നമ്മുടെ പിതാക്കന്മാരെല്ലാവരും തന്നെ. നുണ പറഞ്ഞ് ഒന്നും നേടേണ്ടതില്ല, നേര് പറഞ്ഞ് ശിക്ഷ വാങ്ങുകയാണ് മലങ്കര സഭയുടെ പിതാക്കന്മാർ ഇതുവരെ ശീലിച്ചിട്ടുള്ളത്. പ്രാർത്ഥനയ്ക്ക് ബലമുണ്ട്, പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ഈ സഭ പ്രാർത്ഥനയുടെ വെളിച്ചത്തിലാണ് മുന്നോട്ട് പോകുന്നത്. താൽക്കാലികമായി നമുക്ക് ചില പ്രയാസങ്ങളോ നഷ്ടങ്ങളോ ഒക്കെ ഉണ്ടായേക്കാം. ആരും നിരാശപ്പെടേണ്ടതില്ല. ഈ സ്വർഗത്തിലേക്ക് യാത്രയായിട്ടുള്ള പിതാക്കന്മാരെ നിരയായി നിന്നുകൊണ്ട് ഈ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. 2000 വർഷം പഴക്കമുള്ള ഈ സഭ ഇത്രമാത്രം പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടും വിദേശ മേധാവിത്വത്തിലൂടെ കടന്നുപോയിട്ടും ഈ സഭയ്ക്കൊരു പോറലേറ്റിട്ടില്ല. ഈ സഭയ്ക്ക് യാതൊരു അപകടവും ഉണ്ടായിട്ടില്ല. അങ്ങുമിങ്ങുമൊക്കെ ശീത പോരാട്ടങ്ങളും വിള്ളലുകളും ഒക്കെ ഉണ്ടാകും. അതൊരു സമൂഹത്തിന്റെ ഭാഗമാണ്. ഇസ്രായേൽ ജാതി മിസ്രൈമിലേക്ക് പോകുമ്പോഴും ഇതുപോലുള്ള ചെറിയ 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 പിണക്കങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നേരിന്റെ വഴിയിലൂടെ യാത്ര പോകണം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാൻ തക്കവണ്ണം പഠിപ്പിച്ചിട്ടുള്ള പിതാക്കന്മാരാണ് നമുക്ക്. പരിശുദ്ധ പരിമല തിരുമേനി മാത്രമൊന്നുമല്ല, നമ്മുടെ പിതാക്കന്മാര് വിദേശ മേധാവിത്വത്തെ തള്ളിപ്പറഞ്ഞിട്ടുള്ളവരാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് പരിശുദ്ധ 2ാം കാതോലിക്കാ ബാവ തിരുമേനിയുടെ ഒരുപാട് ലേഖനങ്ങളും ഒരുപാട് റെക്കോർഡുകളും ഒരുപാട് കയ്യെഴുത്ത് പ്രതികളും അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഒരുപാട് സാധനങ്ങളും ബലഹീനായിരിക്കുന്ന ഞാൻ പോയി ഏറ്റുവാങ്ങിയത്. അവരുടെ ആ എഴുത്തുകളിലും അവരുടെ കയ്യെഴുത്തുകളിലും കൽപ്പനകളിലും ഒക്കെ കാണുന്നത് മക്കളെ പ്രാർത്ഥിക്കുക, മക്കളെ ഉപവസിക്കുക, നോമ്പനുഷ്ഠിക്കുക, സത്യം പറയുക, നേര് പറയുക, നഷ്ടം വന്നുകൊള്ളട്ടെ എന്ന് പറയുന്ന ഉപദേശങ്ങളാണ് നമ്മുടെ പിതാക്കന്മാർ നമുക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് നഷ്ടം ആത്യന്തികമായിട്ട് നമുക്ക് നഷ്ടം വരികയില്ല, താൽക്കാലികമായിട്ട് നമുക്ക് നഷ്ടം വന്നേക്കാം. താൽക്കാലിക നഷ്ടത്തിനൊക്കെയും ഒരു അതിരുണ്ട്. അതിനേക്കാൾ അപ്പുറമായി ദൈവികമായ ഒരു ശക്തിയും ബലവും നമുക്കുണ്ട്. ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നില്ല, പ്രസംഗിക്കാൻ അവസരവും ഇതല്ലെന്ന് എനിക്കറിയാം. എങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വന്ന ചില ചിന്തകൾ ഞാൻ പങ്കുവെച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോഴത്തെ ഈ പരിശുദ്ധ വലിയ ബാവ തിരുമേനി തന്റെ മനസ്സിൽ എന്ത് ആഗ്രഹിച്ചുവോ, ആഗ്രഹിച്ച കാര്യങ്ങൾ മുഴുവനും അസാധ്യമാണെന്ന് പല വ്യക്തികൾ പറഞ്ഞിട്ട് പോലും അതെല്ലാം സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒന്നൊന്നല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം എടുത്തു പറയാൻ തക്കവണ്ണം ഞാൻ എഴുതി വെച്ചില്ല, പക്ഷെ പലതും മനസ്സിൽ ഓർമ്മയുണ്ട്. അതെല്ലാം തന്നെ ഇവിടെ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. പ്രിയമുള്ളവരെ, വാക്കുകൾ ചുരുക്കട്ടെ. നമുക്ക് അല്പം നൊമ്പരമുണ്ട്. ഈ പരിശുദ്ധ പിതാവിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന ആ ഒരു നൊമ്പരം ആരോട് പറയും? ആരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കും? നമ്മുടെ സങ്കടങ്ങൾ ഭൂമിയിൽ കേൾക്കാൻ ഇനി ആരുണ്ട് എന്നൊരു നൊമ്പരമുണ്ടെങ്കിലും സ്വർഗസന്നിധിയിൽ ഇരുന്നു കൊണ്ട് പിതാവ് നമ്മുടെ സങ്കടം കേൾക്കും, പരിഹരിക്കും, പ്രാർത്ഥിക്കും. ഈ സഭ മുന്നേറും. 21ാം നൂറ്റാണ്ടിൽ ഈ സഭയ്ക്ക് ഒരു പോറലും ഏൽക്കാതെ മുന്നോട്ട് പോകാൻ കഴിയും. അങ്ങനെ ദൈവസന്നിധിയിൽ സ്വാധീനമുള്ള കരുത്തുള്ള പിതാക്കന്മാരെ സ്വർഗത്തിൽ കാത്തിരിപ്പുണ്ട് നമുക്ക് വേണ്ടി. പ്രത്യേകിച്ച് പിതാവിന്റെ എല്ലാ വേർപാടിലും ഈ വേർപാടിൽ വിഷമിച്ചിരിക്കുന്നു എങ്കിൽ പോലും തിരുമേനിക്ക് സ്വർഗത്തോടൊപ്പം, മാലാഖമാരോടൊപ്പം, പരിശുദ്ധ പരിമല തിരുമേനിയോടൊപ്പം അവിടെ ഇരുന്ന് നമുക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എല്ലാ വിധത്തിലും നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് അപേക്ഷിച്ചുകൊണ്ട്, മധ്യസ്ഥ യാചിച്ചുകൊണ്ട് ഞാൻ ഈ ലഘുപ്രസംഗം ഇവിടെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ അഭിമന്യ സക്കറിയ മാർ അപ്രേം മെത്രാപ്പൊലീത്ത തിരുമേനി പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുനോദോസിന് വേണ്ടി നന്ദി പറയുന്നതാണ്. പരിശുദ്ധ വലിയ ബാവ തിരുമേനി കാതോലിക്ക ബാവയായി ഭരണം നടത്തിയ അത്രയും കാലവും അതിനുശേഷവും തിരുമേനിയുടെ സെക്രട്ടറിയായി